വിചാരിച്ചു അന്നോ കത് കുബില, പ്രവാചകൻ മരിച്ചു കിടക്കുകയാണ്. അപ്പൊ ചൂടാറിയിക്കണോ നോക്കാൻ വേണ്ടി മഹാനവറുകളുടെ കാലിന്റെ പെരുവേരലും എന്ന് പിടിച്ചു നോക്കി ആയിഷ ബീവി. അപ്പൊ പ്രവാചകൻ അവിടുത്തെ ഷറഫാക്കപ്പെട്ട പാദം ഒന്ന് അനക്കി, മഹദ് ഇങ്ങോട്ട് മാറി നിന്നു. അങ്ങനെ സുജൂദ് കഴിഞ്ഞ് അത്തഹിയാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം റസൂലുള്ള ആയിഷ ബീവിയോട് ചോദിക്കുന്നു, യാ ആയിഷ അലനൻതി അന്നൻ നബിയ ഖദ് ഹാസബികി, നബി നിന്നെ വഞ്ചിച്ച് മറ്റു ഭാര്യമാരുടെ അടുക്കലേക്ക് പോയി എന്ന് നീ തെറ്റിദ്ധരിച്ചോ? ഇന്നത്തെ രാവ് ബറാത്ത് രാവല്ലേ? അള്ളാന്റെ കോടാനുകോടി മലായിക്കത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയല്ലേ? ഇന്ന് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഇല്ലാ സായിബ ബിദ്അത്തിൻ വഹാബികൾക്കൊഴികെ. അതാണ് മുജാഹിദുകൾ ബറാത്തിനെ എതിർക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ ഒരു MSMന്റെ കുട്ടി എങ്ങനെയോ ബൈ ചാൻസിൽ വള്ളി കയറി. അപ്പൊ സാധാരണ ബറാത്തിന്റെ അന്ന് അയൽവക്കത്തൊക്കെ നല്ല കൊസിയ, ഓന്റെ അവിടെ അവന്റെ വാപ്പാക്കും ഉമ്മാക്കും ഹദീസ് കിട്ടണം. അപ്പൊ അവന് റായത്ത. ഇന്നിപ്പോ ഏതായാലും ഹദീസ് കിട്ടിയിട്ടുണ്ട്, ഇന്ന് നമ്മൾ ബറാത്ത് പൊടി പൊടിച്ചിരിക്കും. പക്ഷെ ഒരു സംശയമുണ്ട്, KNMന്റെ പാഠപുസ്തകത്തിൽ നിന്ന് അവൻ പഠിച്ചിട്ടുള്ളത് എന്താ? ഭാര്യയും ഭർത്താവും തമ്മിൽ തൊട്ടാ ഒതു മുറിയില്ല എന്നാ. ഇവരുടെ മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ തൊട്ടാ ഒതു മുറിയുന്ന. അങ്ങനെയാണെങ്കിൽ ഉസ്താദെ, സുദീഖുൽ അക്ബറിന്റെ മോള് ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ ഭാര്യയാണല്ലോ. ആ ഭാര്യ ഭർത്താവിനെ തൊട്ടാ ഒതു മുറിയാണല്ലോ. അങ്ങനെ മുറിയുമായിരുന്നെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യും? ഈ ബറാത്തിന്റെ അന്ന് ഞാനൊന്ന് നിസ്കരിക്കും എന്ന് പറഞ്ഞ് റസൂൽ നിങ്ങളുടെ എണീക്കല്ലേ, സുജൂദ് പൂർത്തിയാക്കുവോ, അത്തയ്യാത്ത് പൂർത്തിയാക്കുവോ എന്ന് പറഞ്ഞ അവനൊരു സംശയം. പണ്ട് കേരള നാടിരുട്ടു പുതച്ചുറങ്ങും കാലം വന്നു സത്യവെളിച്ചമേന്തി മണ്ണിൽ വാസം തീരും നേരം റബ്ബേ എന്തൊരു നോവ് കണ്ണീരാലെ അല്ലാ നിന്നെ വാഴ്ത്തിടുന്നേ സദാ ഹംദേ ഉരുവിടുന്നേ കനീവിനായി കേഴുന്നേ. കപടലോകത്തിന്റെ കഥയറിയും മുമ്പ് കരളേ കരളേ നീയുറങ്ങ്, കണ്ണീരിൻ ലോകത്ത് രാഷ്ട്രീയത്തിൻ താൽപര്യം